ഇതിനായിട്ട് കറണ്ടില്ല, കട്ട് ചെയ്തിട്ടേക്കുക. കാരണം എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്തുവാണെന്ന് അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അയാളുടെ ചിട്ടയ്ക്ക് അത്രയും ഞാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ 2 വർഷം കൂടുതൽ ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നത്. എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും എന്റെ സ്വന്തം വീടാ ഇത്. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് വീടും വസ്തുവും ഒന്നും ഇല്ല. നിങ്ങളുടെ പുഞ്ചിരിക്ക് ഇനി ഞങ്ങളുടെ കരുതൽ. അത്യാധുനിക സൗകര്യങ്ങളോടെ LQ ഡെന്റൽ ലോഞ്ച് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും മിതമായ നിരക്കിൽ മികച്ച ദന്തചികിത്സയും ഇനി കുളത്തൂപ്പുഴയിൽ. ഭാര്യാമാതാവിനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതിയെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കമുകഞ്ചേരി പ്രദീപ് ഭവനിൽ 45 വയസ്സുള്ള പ്രമോദ് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും പോലീസ് സംഘം പിടികൂടിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. രാവിലെ മദ്യപിച്ചെത്തിയ പ്രമോദ് ഏരൂർ സ്വദേശിയായ ഭാര്യ രഞ്ജിനിയുമായി വാക്കേറ്റമുണ്ടാവുകയും മരക്കഷ്ണം ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രഞ്ജിനി ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു രഞ്ജനിയുടെ മാതാവ് ഉഷയ്ക്കടുത്തേക്ക് എത്തിയ പ്രമോദ ഇവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും വീട്ടിലെത്തിയ പ്രതി വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾക്ക് തീയിടുകയും TV, ഫാൻ തുടങ്ങിയ വീട്ടുപകരണങ്ങൾ അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ അമ്മച്ചി ഒത്തിരി കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്ക് ചോദിച്ച് കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു കാപ്പി ഉണ്ടാക്കി തരാം, ഞാൻ കാപ്പി തരാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഇവിടെ വേറെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു പഴങ്കഞ്ഞി ഉണ്ടോ? അന്നേരം പറഞ്ഞു അത് താന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ചാടി എണീറ്റ് ഇങ്ങോട്ട് വന്ന് എന്നെ അടിക്കാനായിട്ട് ഓടി വന്ന്. ഞാൻ ഓടി അങ്ങ് അമ്പലത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് മാറി നില്ല് എന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ ഇവരുടെ പുറകെ ചാടിക്കൊണ്ട് അങ്ങ് വന്ന് ഇവരുടെ നേരെ യുദ്ധത്തിന് അങ്ങ് നിന്ന് അമ്മയുടെ നേരെ. അമ്മ അറിഞ്ഞ് ഇവിടെ കിടന്ന് അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കാണാൻ അമ്മയെ ഒരൊറ്റ പിടിച്ച് തള്ളാക്കും കോങ്ങായിക്കെല്ലാം കൂടെ മേലോട്ടങ്ങ് പൊക്കി എടുത്ത് വെച്ച് കസേരയെ കൊണ്ടുവന്ന് പടവും അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ കിടന്ന് അവിടെ വായനക്കാരുടെ നേരെ മൊത്തം യുദ്ധമായിരുന്നു. അവരുടെയും വഴക്കുണ്ടാക്കി അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കും ഇതെല്ലാം. അത് കഴിഞ്ഞാൽ വെച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഞാൻ കത്തിച്ചു എന്തോന്ന് അറിയുമ്പോൾ ഞങ്ങൾ പുക അടിക്കുന്ന കണ്ടുകൊണ്ട് ഓടി വന്ന് നോക്കിയപ്പോൾ കാണാം ഈ ഒരു വീട് മൊത്തം നിന്ന് കത്തുന്നു. ഈ ഒരു മുറിക്കകം എനിക്ക് എൻ്റെ തുണികൾ സകലതും വാരിയിട്ട് ചുട്ട് കളഞ്ഞു. എനിക്ക് ഒരൊറ്റ തുണി മറുതുണിക്ക് ഒരു പോക്കില്ലാതെ ഞാൻ നിൽക്കുവോ? ഞാൻ ഈ വേഷത്തിൽ ഞാൻ നിൽക്കുവോ ഇത്രയും നേരമായിട്ട്? സംഭവശേഷം ആംബുലൻസ് ഡ്രൈവർ കൂടിയായ പ്രമോദ സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു. ഇതോടെ രഞ്ജിനിയുടെ പിതാവ് അർജുനൻ പിള്ള ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് കേസെടുത്തുവെന്ന് മനസ്സിലാക്കി ഒളിവിൽ പോയ പ്രതിയെ ഏരൂർ SHO VS അജീഷ്, SI പ്രിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്ത് നിന്നും പിടികൂടുകയായിരുന്നു. വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത ഏരൂർ. ഓരോ വീടിനും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ശരിയായ കൈകളിലെത്തുമ്പോൾ എന്നെ നിർമ്മിച്ചത് SR ബിൽഡേഴ്സ്. SR ബിൽഡേഴ്സ് വിശ്വാസത്തോടെ നിർമ്മിക്കാം. ട്രസ്റ്റ്, ക്വാളിറ്റി, കമ്മിറ്റ്മെന്റ്. SR ബിൽഡേഴ്സ്. Contact number 808-915-5055, 984-751-2906.